നമുക്ക് ലഭിക്കുന്ന പുസ്തകങ്ങളിൽ ഭൂരിഭാഗം പുസ്തകങ്ങളും ഒരു പക്ഷേയെങ്കിൽ ഒറ്റത്തവണ കൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ നാം വായിച്ചു തീർക്കാറുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകളായിട്ട് ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ദൈവത്തിന്റെ ശബ്ദമായ ഈ മാറ്റമില്ലാത്ത ദൈവവചനം ഒരു പ്രാവശ്യമെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് വായിച്ചു തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ബൈബിൾ സൊസൈറ്റി നമുക്ക് വേണ്ടി ഈ വർഷം അതിനുവേണ്ടി പ്രത്യേകമായ ഒരു പദ്ധതി ക്രമീകരിച്ചിരിക്കുകയാണ്. 70 വർഷങ്ങൾ പൂർത്തീകരിച്ച് സപ്തതി ആഘോഷവേളയിൽ കേരള ഓക്സിലറി അതിന്റെ 10 കർമ്മ പരിപാടികൾ അവതരിപ്പിക്കുകയാണ്. അതിൽ 7ാമത്തെ ഒരു പ്രോജക്റ്റാണ് 1 വർഷം കൊണ്ട് നീണ്ടു നിൽക്കുന്ന ബൈബിൾ പഠന കളരികൾ. 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കുക, 1 വർഷം കൊണ്ട് ബൈബിൾ എഴുതി തീർക്കുവാൻ പറ്റുന്നവർക്ക് അങ്ങനെ പൂർത്തീകരിക്കുക. ഇനി എഴുതുവാനും വായിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ 1 വർഷം കൊണ്ട് ബൈബിൾ ഓഡിയോ ബൈബിളിലൂടെ ശ്രവിച്ച് തീർക്കുക. ബൈബിൾ സൊസൈറ്റിയുടെ ബ്രാഞ്ചുകളിൽ 155 ബ്രാഞ്ചുകളിൽ ഒന്നായ കോട്ടയം ബ്രാഞ്ച് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഈ മാസം 22-ാം തീയതി ഓക്സിലറി വൈസ് പ്രസിഡന്റ് VS ഫ്രാൻസിസ് തിരുമേനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ആ ദൗത്യത്തിന് തുടക്കം കുറിക്കുകയാണ്. അടുത്ത 8 മാസത്തിനുള്ളിൽ ബൈബിൾ പൂർണ്ണമായും വായിച്ചു തീർക്കാവുന്നതുപോലെയുള്ള ഒരു ബൈബിൾ റീഡിംഗ് ചാർട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ ആഴ്ചയും വായിച്ചു തീർക്കുന്ന ബൈബിളിന്റെ ഒരു സംക്ഷിപ്ത രൂപം ബൈബിൾ പഠനമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 9 മുതൽ 9:45 വരെയുള്ള 3/4 മണിക്കൂർ സമയം കൊണ്ട് ബൈബിൾ പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരവും ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ വചനം ഈ വർഷം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു തീർക്കാനുള്ള ഒരു ആഹ്വാനമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ മക്കളോടും കുഞ്ഞുമക്കളോടുമൊക്കെ ഈ ദൗത്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കാം. ഈ ബൈബിൾ റീഡിംഗ് ചാർട്ട് ആവശ്യമുള്ള ആളുകൾ ഇതിനോടൊപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ബൈബിൾ റീഡിംഗ് ചാർട്ടും അതുപോലെ തന്നെ ഓരോ ചൊവ്വാഴ്ചയും അടുത്ത ചൊവ്വാഴ്ച മുതൽ നടക്കുന്ന ഓരോ ചൊവ്വാഴ്ചകളുടെയും ബൈബിൾ ക്ലാസിന്റെ ഒരു ലിങ്ക് തന്നെയാണ് അവസാനം വരെ അടുത്ത വർഷം ഏപ്രിൽ 2026 ഏപ്രിൽ 30-ാം തീയതി അവസാനിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഈ ബൈബിൾ റീഡിംഗ് യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വചനത്തിലൂടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.